നമുക്കൊരു ഫാഷൻ ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ ഉള്ളത് കൊണ്ട് മാത്രം നമുക്കൊരു നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സ്കില്ല്, സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സ്കില്ല് കൊണ്ട് മാത്രം നമുക്കൊരു പണം സമ്പാദിക്കാനായിട്ട് സാധിക്കില്ല. കുറച്ച് പൈസയൊക്കെ സമ്പാദിക്കാൻ സാധിച്ചാലും പക്ഷെ നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് ആ ഒരു സ്കില്ല് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സ്കില്ല് മാത്രം അറിഞ്ഞുകൊണ്ട് സാധിക്കില്ല എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സ്കില്ലുള്ള ആളുകളുണ്ട്, നല്ല ഡിസൈനിങ് സ്കില്ലുകളുള്ളവരുണ്ട്. പക്ഷേ അവർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഒരു 100% ഈ ഒരു സ്റ്റിച്ചിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെ അത് പ്രൊഡക്റ്റാക്കി വിറ്റഴിക്കാം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് 0% ടൈമാണ് വിനിയോഗിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രൊഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാക്കി മാറ്റാനായിട്ട് അതുകൊണ്ട് സാധിച്ചിട്ടില്ല. സോ സ്റ്റിച്ചിങ്ങിൻ്റെ സ്കില്ല് എന്ന് പറയുന്നത് ആ ഒരു സ്കില്ല് നമുക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ എന്നല്ലാതെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു പ്രൊഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാക്കി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് വെച്ചിട്ട് എങ്ങനെ പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് പണം സമ്പാദിക്കണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ആണ്. എന്തുകൊണ്ട് നിങ്ങൾ കസ്റ്റമർ ചൂസ് ചെയ്യണം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമർ ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്ത് സവിശേഷതയാണുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് കസ്റ്റമറെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അതായത് നിങ്ങളുടെ പ്രോഡക്റ്റിന് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസിങ് ആണ്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ൻ്റെ വാല്യൂ എത്രമാത്രം ഉണ്ട് എന്നത് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഒരു പ്രൈസിങ് നിശ്ചയിക്കുന്നത്. സോ നിങ്ങൾക്കൊരു നല്ലൊരു പ്രൈസിങ് സ്ട്രാറ്റജി നിശ്ചയിക്കാനായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നിങ്ങളുടെ കയ്യിൽ എത്ര നല്ല പ്രോഡക്റ്റ് ഇരുന്നാലും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്താതെ, മറ്റുള്ള ആളുകളിലേക്ക് ഒരു വിസിബിലിറ്റി കൂട്ടാതെ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഞാനൊരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ ബോൺ ആയിട്ടുള്ള ഒരു ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഇത്രയും നാളത്തെ ഒരു 10-11 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു പ്രൊഫിറ്റബിൾ ആയിട്ടുള്ളൊരു ഫാഷൻ ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള നിരവധി സ്ത്രീകൾക്ക് ഞാൻ അവരുടെ ഒരു ഫാഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിലൂടെ ഒരു പ്രൊഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ബിൽഡ് ചെയ്യാനും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിനൊരു സീരിയസ് ആയിട്ട് കാണുന്നൊരു വ്യക്തിയാണ്, നിങ്ങളുടെ ഒരു കഴിവ് വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്രൊഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, നമ്മുടെ വരുന്ന അപ്കമിങ് ക്ലാസ്സുകളും അതുപോലെ തന്നെയുള്ള വെബിനാർ കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെയാണ് നിങ്ങൾക്ക് തരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ കം ആൻഡ് ജോയിൻ വിത്ത് അസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉണ്ട്. സോ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾ സമയം കണ്ടെത്തുക, നമ്മുടെ കൂടെ കൂട്ടായി പ്രവർത്തിക്കുക. താങ്ക് യു സോ മച്ച്.